അപ്പൊ ഹലോ ഗായ്സ്, അങ്ങനെ ഒരു പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ അമ്മ? അതെ, ഒരു കട്ട്ലേറ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കിട്ടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ബീട്രൂട്ടിന്റെ കട്ട്ലേറ്റ് ആണ് അമ്മ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം എന്തൊക്കെയാണ് നമ്മ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് അമ്മ? എന്തൊക്കെയാ? കിഴങ്ങല്ലേ? ഉരുളൻകിഴങ്ങുണ്ട്, ഓക്കെ, ബീറ്റ്റൂട്ട് ഉണ്ട്, ഉപ്പുണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുരുമുളകുണ്ട്, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം, ഇഞ്ചി, പിന്നെ പച്ചമുളക്. പിന്നെ ഇത് മുക്കി വറുക്കാം. നമുക്ക് ഇന്ന് ഈ പ്രാവശ്യം നമ്മൾ ബ്രെഡ് എടുത്തിട്ടില്ല. ബ്രെഡിന് പകരം നമ്മൾ ഇന്ന് മുക്കി പൊരിക്കാൻ പോകുന്നത് ബ്രെഡ് ഇല്ല എങ്കിൽ നമുക്ക് റവ കൊണ്ട് നമുക്ക് ചെയ്യാം. റവ കൊണ്ട് മുക്കി പൊരിക്കാം. അപ്പം ഇനി ആദ്യം എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അരിക്കണം. അരിക്കണം, ചെറുതായിട്ട് അരച്ച് വരണം, പൊടിയായിട്ട് വരണം. പിന്നെ നമ്മൾ അതിനകത്ത് തന്നെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇട്ട് നന്നായിട്ട് ഒന്നിട്ട് പൊടി പിടിക്കും. എന്നിട്ട് ഉരുളൻകിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്ത് വെക്കും. പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ ചീനച്ചട്ടി നന്നായിട്ട് കുറച്ച് എണ്ണയിട്ട് വഴറ്റി കഴിഞ്ഞ് ഞങ്ങൾ ഉരുളൻകിഴങ്ങ് ഇട്ട് വഴറ്റി മാറ്റി വെക്കും. അത് തണുക്കുമ്പോഴത്തേക്കും കട്ട്ലൈറ്റിന്റെ രൂപത്തിലെടുത്ത് റവയിലേക്ക് മുക്കി പൊരിക്കും. അത് കഴിക്കാനുള്ള നമുക്ക് സോസ് ഉണ്ട്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇതിട്ട് അരയ്ക്കാൻ പോകല്ലേ? ഇതെല്ലാം കൂടി ഒന്ന് അരച്ചു. ഇതെങ്ങനെ പേസ്റ്റ് പരുവത്തിലാക്കണം? അത് വേണ്ട, അത്രയും പേസ്റ്റ് ഉണ്ടോ? വെളുപ്പൊന്ന് പൊടിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്, കട്ടിച്ചിടുന്നത്. ഞാൻ പൊടിച്ചുകൊണ്ട് ഇത് അതിനകത്ത് തന്നെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇട്ട് മിക്സ് ചെയ്യും. ഗ്രേറ്റ് ഇതിനകത്ത് തന്നെ ഉപ്പിടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇരുന്ന് മിക്സ് ഇട്ട് അരയ്ക്കുമല്ലോ ഇപ്പൊ? ഇത്ര മതിയല്ലേ? ഇപ്പഴേ നല്ല മണമുണ്ട്. ഇനിയിപ്പോ ഇതിനോട് എന്ത് ചെയ്യും അമ്മ? ഇതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ട് പറ്റിച്ചെടുക്കും. എന്നിട്ട് കിഴങ്ങിട്ട് വറ്റിച്ചെടുക്കണം. ഇത് കുറച്ച് വെള്ളം അല്ലെങ്കിൽ പച്ചപ്പ് ടേസ്റ്റ് വരുമല്ലോ. വേവിച്ചെടുക്കും നന്നായിട്ട്. ഓക്കെ, ശരി. അങ്ങനെ അടുപ്പ് കത്തിച്ചു. പിന്നെ അതിന്റെ മുന്നിൽ തന്നെ ഇതെന്തോ പറയാ, തവയല്ലേ? ഒരു ചട്ടിയും വെച്ചു. ഇനിയിപ്പം ഈ കാണുന്ന പേസ്റ്റ് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറ്റിക്കുമല്ലേ? കുറച്ച് പച്ചവെള്ളം, വെള്ളം പോലെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് പൊടിക്കും അതിനകത്ത്. ഓ, ശരി. ഞാൻ പൊടിക്കട്ടെ? പൊടിച്ചു. പണ്ടൊക്കെ അമ്മ വൈകുന്നേരങ്ങളിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും സ്നാക്സ് ഉണ്ടായിരുന്നില്ലേ അല്ലേ അമ്മ? സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നു അമ്പലത്തിൽ പോയി വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാവും. സമോസ കാണും, കട്ട്ലേറ്റ് ഉണ്ടാകും, ബജ്ജി കാണും, മുളകോടെ ഉണ്ടാകും, ഉഴുന്നോടെ ഉണ്ടാകും, പരിപ്പുവട, രസവട. പിന്നെ അമ്മ പിന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് മറ്റേ മണ്ണെണ്ണ സ്റ്റൗ വെച്ചിട്ട് നടുക്കല്ലേ ഹോളിൽ വെച്ചിട്ട് അതില് ദോശ ചുട്ട് ഒപ്പം മറ്റേ തട്ടയുടെ സ്റ്റൈലില് ചൂടോടെ എടുത്ത് തരുമായിരുന്നു അമ്മയൊക്കെ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെണ്ണയ്ക്ക് ഭയങ്കര വില കൂടുതലാണ്. അതുമല്ല ആ സ്റ്റൗ എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. കാരണം ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇല്ലേ അമ്മ ഇങ്ങനെ നല്ല വീടിന്റെ നമ്മളന്ന് ആലപ്പുഴ വീട് ചെറിയ വീടാണ്. ഇപ്പോഴല്ലേ വലിയ വീടായത്. അന്ന് ചെറിയൊരു വീടാണ്. അപ്പോൾ ആ ഹോളിൽ ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ. എന്നിട്ട് ഞാനും ചേട്ടനും ഇരിക്കും. എന്നിട്ട് അമ്മ നമ്മുടെ നടുക്ക് കൊണ്ട് ഈ സ്റ്റൗ വെക്കും, ചൂടാക്കും.
മറ്റേ കല്ല് ചൂടായി കഴിഞ്ഞാൽ അപ്പം ദോശ ചുടും. എന്നിട്ട് അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് ചെയ്ത ആ ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കും. ചുമ്മാ ഇങ്ങനെ 8-10 ഇങ്ങനെ ചുമ്മാ നൈസായിട്ട് പോകും അല്ലേ അമ്മ? അപ്പൊ അതേപോലെ തന്നെയായിരുന്നു സ്നാക്സും ഒക്കെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അമ്മ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് മതിയല്ലേ? വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റ്, ബീട്രൂട്ടിന്റെ പേസ്റ്റ് നമ്മൾ നല്ലപോലെ അതിനകത്ത് ഒന്ന് വഴറ്റണം. അതായത് അതിന്റെ പച്ചപ്പ്, ആ കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ്. പുഴുങ്ങിയിടുമല്ലേ? പുഴുങ്ങിയിടുകയും ചെയ്യാമല്ലേ? പുഴുങ്ങിയിട്ടാലും കുഴപ്പമില്ല. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് വേണമെങ്കിൽ ഇതിനകത്ത് ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് ദോശ ഉണ്ടെങ്കിൽ ദോശക്കകത്ത് മസാല ആക്കാല്ലേ? പിന്നെ കടുക് പൊട്ടിച്ച് ഇട്ട് കഴിഞ്ഞാൽ മസാല ദോശയായി. അതേ സാധനം നമ്മൾ വെച്ച് കട്ട്ലേറ്റ് ഇത് മറ്റേ കിഴങ്ങൊക്കെ വെച്ച് ഒന്നും കൂടെ മറ്റേ റവയൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ കട്ട്ലേറ്റ് വരും. അങ്ങനെ നല്ലപോലെ മറ്റേ മറ്റേ കിഴങ്ങ് പോണ്ട പോലെ അല്ലേ? ബീട്രൂട്ട് പോണ്ട, മറ്റേ മെഡിക്കൽ കോളേജിന്റെ ഇതിനകത്ത് പച്ചമുളക് ഇടുവോ? ശരിയാണോ? പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, ഉപ്പ്, പിന്നെ കറുവപ്പട്ട, അടുത്ത കിഴങ്ങ് ഇടുമല്ലോ അതിന്റെ മുകളിൽ. ഓക്കെ. അമ്മ സ്റ്റൗവിൽ നിന്ന് താഴെ വെച്ചിട്ട് ഇപ്പം മറ്റേ പാവഭാജി ചെയ്യുന്ന സാധനമല്ലേ, ഉടയ്ക്കുന്ന സാധനം. ഇതെല്ലാം നന്നായിട്ട് തണുത്തിരിക്കുക. അങ്ങനെ തണുപ്പിച്ച് എടുത്ത മസാല അല്ലേ? കട്ട്ലേറ്റ് മസാല. ഇപ്പം രൂപത്തിലും എടുക്കാം നമുക്ക്. ശരി. അപ്പൊ അങ്ങനെ അമ്മ ആദ്യമായിട്ട് ഒരു പീസ് എടുത്ത് ഉരുട്ടി. ഇനിയിപ്പോ എന്തോ ചെയ്യാൻ പോകുന്നത്? ഇത് എണ്ണയിട്ട് ഫ്രൈ ചെയ്യാല്ലേ? എണ്ണ ഒഴിച്ചില്ല? ഇല്ല, ഇത് നമ്മൾ ഉരുട്ടി വെക്കും ഒരു 5 എണ്ണം. ഓക്കെ. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് പരത്തി. ശരി ശരി. എന്താ പറഞ്ഞ? ബ്രെഡ് ക്രംസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത് വെച്ച് ചെയ്യാല്ലേ? നന്നായിട്ട് ചെയ്യാം. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റ്. മറ്റേ ബ്രെഡ് ക്രംസ് ആണ് സെയിം ടേസ്റ്റ്, വ്യത്യാസമൊന്നുമില്ല. ഇത് എല്ലാം ഒന്നുമില്ലേ നമ്മുടെ കിഴങ്ങ് ഇതൊക്കെ എല്ലാം അതേ മസാല കൂട്ടെല്ലാം വന്നേ. ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റവ. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പം തൽക്കാലത്തേക്ക് ഒരു 5 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു പാനിന്റെ മേളിലാണ് വെച്ചിരുന്നത്. ഇപ്പൊ ഇനി പാൻ ചൂടാക്കണം ഇനി അമ്മ. ഓക്കെ. അങ്ങനെ പാൻ ചൂടായനുസരിച്ച് ഞങ്ങളിപ്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഫ്രൈ ആകുന്ന രീതിയിൽ മതി. അത്ര കൂടുതലൊന്നും എടുക്കുന്നില്ല. ചൂടായി. അപ്പം ഇങ്ങനെ പരത്തണം അല്ലേ നമ്മള്? കറക്റ്റ് കട്ട്ലേറ്റ് രൂപത്തിൽ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് പൊരിക്കാനാണ്. അപ്പം ഇത് താഴെ മൊരിയുന്നനുസരിച്ച് തിരിച്ചു കൊടുക്കണമല്ലേ? ഗോൾഡൻ ബ്രൗൺ ആണോ അല്ലേ? അത് മറിച്ചിടുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി. അപ്പൊ സൈഡായിട്ട് അമ്മ വേറൊരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണിച്ചു തരാം. വേറൊന്നുമല്ല, നമ്മുടെ മറ്റേ സാലഡ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സവാളയും ക്യാരറ്റും പിന്നെ ഇതിന്റെ കൂടെ സോസും ഈ നമ്മുടെ കട്ട്ലേറ്റും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്ന അതേ കട്ട്ലേറ്റ് അല്ലേ? അതേ തന്നെ കട്ട്ലേറ്റ്. പക്ഷെ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ല അവിടെ.
അവിടുത്തെ പൊറോട്ട ആണെങ്കിലും ശരി, വെജിറ്റബിൾ കുറുമയാണെങ്കിലും നല്ല ടേസ്റ്റ് അല്ലേ ഇന്ത്യൻ കോഫി ഹൗസിലെ. ഒരു നൊസ്റ്റാൾജിക് സാധനമാണ് ഇത്. മറിച്ചുണ്ടാക്കും. അങ്ങനെ ഞങ്ങളുടെ സ്വാദിഷ്ടകരമായ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണല്ലേ അമ്മ? നല്ല ചൂട് കട്ട്ലേറ്റ് കണ്ടില്ലേ, ഒരു മുരാതിരിപ്പുണ്ട്. കൂടെ ടൊമാറ്റോ കെച്ചപ്പും ചെറിയൊരു സാലഡും. അങ്ങനെ നമ്മൾ ഇപ്പം കട്ട്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് സ്വാദം? നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല എരിവ്. അത് ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങളെ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അതെ അമ്മയ്ക്ക് ചെറിയ അപ്പോൾ ഇത്രയും നല്ല കട്ട്ലേറ്റ് ചെയ്ത് തന്ന അമ്മയ്ക്ക് താങ്ക് യു വെരി മച്ച്. അപ്പം ഈ റെസിപ്പിയും ഈ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.